എൻ്റെ പേര് മഞ്ജു. ദൈവത്തിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ഈ ലോകത്തിന്റെ ഉപ്പും വെളിച്ചവുമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന യേശു ക്രിസ്തു അല്ലെ. യേശു തന്നെ പറഞ്ഞിരിക്കുന്നു, യേശുവാണ് ഈ ലോകത്തിന്റെ വെളിച്ചമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ദൈവം ഇങ്ങനെ പറയുക, നമ്മൾ ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന് പറഞ്ഞു വെച്ചാൽ ദൈവം രണ്ട് വർത്താനം ഒരേ സമയത്ത് പറയുക എന്നുള്ളതല്ല ഉദ്ദേശം. നമ്മൾ യേശുവിനെ പോലെ ആയിരിക്കുന്ന വ്യക്തികളായിരിക്കുക ഈ ലോകം. അതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം യേശുവിന്റെ ഹൃദയം എങ്ങനെയുള്ള ഹൃദയമാണ്. മനുഷ്യവർഗത്തെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവമില്ല. ലോകത്തിനും ഭൂമിയിലും നമ്മൾ ഒത്തിരി ദൈവങ്ങളെ പറ്റി കേൾക്കുന്നുണ്ട് എങ്കിൽ പോലും, പക്ഷെ മനുഷ്യവർഗത്തെ സ്നേഹിച്ച ഒരു ദൈവം തന്നെ മനുഷ്യവർഗത്തിനായിട്ട് ബലിയായി കൊടുത്ത ഒരു ദൈവം ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകത്തുമില്ല അല്ലെ. കാരണം ജീവിക്കുന്ന ദൈവം ഒന്നേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. അപ്പൊ ആ ദൈവം നമ്മളോട് പറയുവാണ്, യേശു ക്രിസ്തു സൃഷ്ടാവായ ദൈവം നമ്മളോട് പറയുവാണ്, നമ്മൾ ഈ ലോകത്തിന് ലൈറ്റ് ആയിരിക്കണം, നമ്മൾ ഈ ലോകത്തിന്റെ സോൾട്ട് ആയിരിക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു എന്നൊരു ദൈവം ഉണ്ടെന്നും അല്ലെ എന്ന് ഈ ലോകത്തിന് പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടി, കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അല്ലെ, യേശു എന്ന ജീവിക്കുന്ന ദൈവമുണ്ടെന്നും നമ്മൾ എത്രമാത്രം കരുതുകയും നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവമുണ്ട് എന്നും മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി, ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ലൈറ്റായിട്ട് പ്രവർത്തിക്കുക എന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് നമ്മളുടെ കാര്യത്തിന് വേണ്ടി മാത്രമായിട്ടൊരു ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ അങ്ങനെയാണ് മിക്കവാറും ആൾക്കാർ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും ഇത് നടക്കുന്നതിന്റെ കാര്യം. ഒരു ചർച്ച ഉണ്ടെങ്കിൽ ആ ചർച്ച ആ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും സമൂഹത്തിന് വേണ്ടി ഈ സമൂഹത്തിലെ ആൾക്കാരെ ദൈവത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്ന ചർച്ച ആയിരിക്കണം. അല്ലാതെ അവര് ആ ചർച്ചിന്റെ അകത്ത് മാത്രം നിന്നുകൊണ്ടുള്ള പ്രവർത്തനം മാത്രം ആയിരിക്കരുത് അല്ലെ. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ച് സംസാരിക്കാം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. കർത്താവ്, ഞങ്ങൾ അങ്ങനെ മറന്നുപോയ ദിവസങ്ങളോർത്ത് ക്ഷമ ചോദിക്കുക. കർത്താവ്, അങ്ങേക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞങ്ങൾ വർക്ക് ജീവിക്കാനും ഞങ്ങൾ പലപ്പോഴും മറന്നു പോയിട്ടുണ്ട്, സ്വാർത്ഥരായി പോയിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം ഓർത്ത് ക്ഷമ ചോദിക്കുക കർത്താവ്. ലോഡ് ഫാദർ ഗാഡ്, ഇങ്ങനെയൊന്നും ഞങ്ങൾ ആകെപ്പോകാതിരിക്കാനുള്ള ഞങ്ങൾക്ക് തണ്ടെന്ന് അപേക്ഷിക്കുന്നു. അങ്ങയുടെ വചനം ജീവിച്ചുകൊണ്ട് കർത്താവ് അങ്ങേക്ക് ഗ്ലോറി വരുത്തിക്കൊണ്ട് ജീവിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഇന്ന് ഞങ്ങളോട് സംസാരിക്കണം. യേശുവിൻ നാമത്തിൽ ആമേൻ. ഇന്ന് നമുക്ക് മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് പോകാം. 5:13-16 വരെയുള്ള വാക്കുകൾ. മത്തായിന്റെ 5:13-16 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തുകൊണ്ട് രസം വരുത്താം? പുറത്തു കളഞ്ഞിട്ട് മനുഷ്യ ചവിട്ടിയുവാൻ അല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ചു പറയിൽ കീഴില്ല തണ്ടിന്മേൽ എത്ര വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടത് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അപ്പൊ ഇതാ ദൈവത്തിന്റെ ആഗ്രഹം നമ്മളെ പറ്റിയുള്ളത്. നമ്മളുടെ വെളിച്ചം എന്താ പറയുക, മനുഷ്യരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ അല്ലെ. എന്താ ദൈവം പറയും? നമ്മുടെ നല്ല പ്രവൃത്തി കൊണ്ട്. അപ്പൊ നല്ല പ്രവൃത്തി എന്ന് പറയുമ്പോൾ കുറച്ച് ചാരിറ്റബിൾ വർക്ക് ചെയ്യുന്നത് മാത്രമല്ല നല്ല പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം എന്താ പറയാ ആക്സിലേക്ക്, പ്രവർത്തികൾ അല്ലെ, അപ്പോസ്തല പ്രവർത്തിയിലേക്ക് പോകുന്ന 4ാമത്തെ ചാപ്റ്ററിലൊക്കെ ഇങ്ങനെ പത്രോസൊക്കെ ചോദിക്കുന്നു, പത്രോസും ജോണും കൂടെ എന്താ പറയാ ബ്യൂട്ടിഫുൾ ഗേറ്റിൽ കടന്ന ആളെ അല്ലെ, എന്താ പറയുക, ഇത് അലയുമായിട്ടുള്ള മനുഷ്യനെ അല്ലെ, ബെഗ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിനെ അല്ലെ, അദ്ദേഹത്തിന്റെ കാല് സുഖപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഫാരിസേയർ ഇവരെ പിടിക്കുന്നുള്ള കാര്യം, നമുക്കറിയാം, ജയിലിലാക്കുന്നുള്ള കാര്യമൊക്കെ നമുക്ക്. അപ്പൊ അവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവരിങ്ങനെ പറയുക എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞങ്ങളിപ്പോൾ നല്ല പ്രവൃത്തി ചെയ്തതിനാണോ നിങ്ങൾ ഞങ്ങളെ എന്താ പറയുക ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനം 4:9 എന്താ പറയുക, ഞങ്ങൾ ഇപ്പൊ ജഡ്ജ് ചെയ്യുന്നതിന്റെ കാര്യം ഞങ്ങളോട് നല്ല പ്രവൃത്തി ചെയ്തുകൊണ്ടാണോ എന്ന് ചോദിക്കുക. ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാര നിമിത്തം ഇവൻ എന്തോന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നു എങ്കിൽ, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനുമായ നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു നിങ്ങൾ എല്ലാവരും ഇസ്രായേൽ ജനം ഒക്കെയും അറിഞ്ഞുകൊള്ളുവിൻ. അപ്പൊ ഇവിടെ മലയാളം ബൈബിളില് അത്ര കൃത്യമായിട്ട് എഴുതിയിട്ടില്ല. പക്ഷെ ഇംഗ്ലീഷ് ബൈബിളില് ഇങ്ങനെ എഴുതിയിരിക്കുന്നുണ്ട്. ആക്ട്സ് ചാപ്റ്റർ 4:9 എഴുതിയിരിക്കുക: ഇഫ് വി this day are judged for a good
deed done to a helpless man, by what means he has been made well. അപ്പൊ ഇവിടെ ഇങ്ങനെ പറഞ്ഞേക്കും, ഒരു നല്ല പ്രവൃത്തി ഞങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ചെയ്തതിനായിട്ടാണോ നിങ്ങൾ ഞങ്ങളെ ഇന്ന് ജഡ്ജ് ചെയ്തെന്ന് ചോദിച്ചിരിക്കുക. അപ്പൊ ഇവിടെ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നു, മത്തായിന്റെ 5 ഇങ്ങനെ പറഞ്ഞിരിക്കുക, എന്താ, നിങ്ങൾ നമ്മുടെ നല്ല പ്രവൃത്തിയെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് മഹത്വപ്പെടാനും നിങ്ങളുടെ വെളിച്ചം അവരുടെ മുന്നിൽ പ്രകാശിക്കണം. അപ്പൊ നല്ല പ്രവൃത്തി എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചാരിറ്റബിൾ വർക്ക്, കുറച്ച് പേർക്ക് കുറച്ച് മണി കൊടുക്കുന്ന, അതുകൊണ്ടൊന്നും തീരുന്നതല്ല അല്ലെ, അതെല്ലാം ചെയ്യേണ്ട കാര്യം തന്നെ. പക്ഷെ ദൈവത്തിനു വേണ്ടി, ദൈവത്തിന്റെ കിങ്ഡത്തിനായിട്ട് എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും, ദൈവത്തിന്റെ കിങ്ഡം ഈ ലോകത്തിലേക്ക് വരുത്തക്കത്ത രീതിയിലുള്ള എന്തോ വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ, ഇപ്പം അത് നല്ല പ്രവൃത്തി എന്ന് ദൈവത്തിന്റെ കിങ്ഡം ലോകത്തിലേക്ക് വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്താ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല്, അങ്ങനെ ഒരു സെന്റൻസ് കൊണ്ട് ഇപ്പൊ നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആ വ്യക്തിയെ സുഖമാകുന്നു അല്ലെ, ആ വ്യക്തിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കിങ്ഡം പ്രാവർത്തികമായി കഴിഞ്ഞിരിക്കുക. ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, അത് അയാളുടെ കടബാധ്യത പോകുന്നു, അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കിങ്ഡം പ്രാവർത്തികമായിരിക്കുന്നു അല്ലെ. ഒരു കുടുംബത്തിൽ അടിയും വഴക്കും ബഹളവുമാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ വചനം അവരോട് പറയുന്നു, അങ്ങനെ ആ കുടുംബത്തിൽ വെളിച്ചം ഉണ്ടാവുന്നു അല്ല, അവരുടെ ഇടയിലുള്ള പ്രശ്നം തീരുന്നു. അവിടെ നല്ലൊരു പ്രവൃത്തിയാണ് നമ്മൾ ഹോളി സ്പിരിറ്റ് കൊണ്ട് നമ്മൾ വഴി ചെയ്യുന്നത്. അപ്പൊ അത് ദൈവത്തിന്റെ കിങ്ഡം അവിടെ കൊണ്ടുവരിക ചെയ്യുന്നത് അല്ലെ. അപ്പൊ ദൈവത്തിന്റെ കിങ്ഡം കൊണ്ടുവരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, അതെല്ലാം നല്ല പ്രവൃത്തിയാണ്. അപ്പൊ നമ്മളെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ഭൂമിയുടെ ഉപ്പായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഉപ്പെന്ന് പറയുമ്പോൾ നമുക്കറിയാം പല ഉപയോഗം ഉപ്പും കൊണ്ട്. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ സ്വാദുണ്ടാകുന്നതിന് വേണ്ടി അല്ലെ, പിന്നെ നമ്മൾക്ക് ആന്റിസെപ്റ്റിക് ആയിട്ടൊക്കെ നമ്മളിപ്പോ ഉപ്പുവെള്ളമൊക്കെ വായിൽ ഇങ്ങനെ കൊള്ളുമല്ലോ, ചുമയൊക്കെ ഉള്ള സമയത്ത്. അതുപോലെ പിന്നെ ഉപ്പുവെള്ളത്തിൽ കാലും കൈ കഴുകി കഴിഞ്ഞാൽ മുറിവെള്ളത്ത് അത് ഉണങ്ങി കിട്ടുമല്ലോ, അതിന് ആന്റിസെപ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മൾ ഈ മീനൊക്കെ ഉടക്കുന്നതിന് വേണ്ടി, ഉണക്കമീൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയൊക്കെ ഡീഹൈഡ്രേഷന് വേണ്ടി ഉപ്പ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അതോടൊപ്പം തന്നെ പിന്നെ അച്ചാറൊക്കെ ഇടുമ്പോൾ എന്താ പറയാ, പ്രിസർവേറ്റീവ് ആയിട്ട് അല്ലെ ഉപ്പ് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ പല രീതിയിലാണ് ഉപ്പിന്റെ ഉപയോഗം. ഉപ്പ് ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ, പ്രിസർവേറ്റീവ് ആയിട്ട് ലോകത്തെ പ്രിസർവ് ചെയ്യുന്നതിന് വേണ്ടി ദൈവം നമ്മൾ ഉപയോഗിക്കുക അല്ലെ. നമ്മൾ ചർച്ച കൂടെ ഉള്ളിടത്തോളം കാലം ഹോളി സ്പിരിറ്റ് ഗോഡ് ഉണ്ട്. ഹോളി സ്പിരിറ്റ് ഗോഡ് ചർച്ചിലെ ലോകത്ത് നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിന് പ്രൊട്ടക്ഷൻ ഇല്ല, അത് അവർ മനസ്സിലാക്കുന്നില്ല. അപ്പൊ നമ്മളാണ് ദൈവത്തിനും ഈ ലോകത്തിനും ഇടയിൽ നിൽക്കേണ്ട ആൾക്കാർ, ഇടയിൽ നിൽക്കുന്ന ആൾക്കാർ അല്ലെ. ചർച്ച ഉള്ളതുകൊണ്ട് മാത്രമാണ് ഗ്രേസ് ഏറെ ഇപ്പൊ ഉള്ളെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഈ നമ്മളെ ഉപ്പായിട്ടാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ലോകത്തിന്റെ വെളിച്ചമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, യോഹന്നാനിലേക്ക് പോകുമ്പം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, 8 എന്താ പറയുക, യോഹന്നാന്റെ 8:12 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തു ആണെന്ന് വെളിച്ചമെന്ന് പറഞ്ഞു വയ്ക്കുക. പക്ഷെ ഇവിടെ വ്യത്യാസപ്പെട്ടല്ല പറയുന്നത്. മത്തായിന്റെ 5 യേശുക്രിസ്തു വേറൊരു രീതിയിലല്ല പറയുന്നത്. ഞാൻ നിങ്ങൾ ലോകത്തിന് വിളിച്ചോന്ന് പറയുമ്പോൾ തെറ്റി പറയുന്ന കാര്യമൊന്നുമില്ല, ദൈവത്തിന് തെറ്റത്തില്ലല്ലോ. ദൈവം പറയുന്ന ഉദ്ദേശം എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, യേശുവിനെ പോലെ തന്നെ എക്സാക്ട്ലി നമ്മളാകുക എന്നാ പറഞ്ഞിരിക്കുന്നത്. യേശു ലോകത്തിന്റെ വെളിച്ചമാണ്. യേശുവിനെ ഫോളോ ചെയ്യുന്ന നമ്മളും എന്താ പറയുക, നമ്മുടെ പേഴ്സണൽ ലൈഫിലും നമ്മൾ യേശുവിനെ പോലെ തന്നെയാവുക, ഈ സമൂഹത്തിലും യേശുവിനെ പോലെ തന്നെയുള്ള ക്യാരക്ടർ നമ്മൾ എക്സിബിറ്റ് ചെയ്യുക. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ യേശുവിന്റെ ക്യാരക്ടർ കാണിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ലോകത്തിലെ ചരാചരങ്ങൾ അങ്ങനെയല്ല പറഞ്ഞ എല്ലാ ക്രിയേഷനും ഗ്രോൺ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ, ഞെരങ്ങിക്കൊണ്ടിരിക്കുക. അതാ ഞെരക്ക എങ്ങനെ പോന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവപുത്രന്മാരുടെ മാനിഫെസ്റ്റേഷന് വേണ്ടി കാത്തുകൊണ്ടിരിക്കുക എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, സൺസ് ഓഫ് ഗോഡിന്റെ മാനിഫെസ്റ്റേഷന് വേണ്ടി. അപ്പൊ നമ്മള് ദൈവപുത്രന്മാർ ആകണം. അങ്ങനെ അതിനെപ്പറ്റിയാണ് യേശുക്രിസ്തുവോട് പറഞ്ഞിരിക്കുന്നത്. യേശുവിനെ പോലത്തെ ഒരു ജീവിതം ജീവിക്കുന്നത്, യേശു മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിച്ചു അതുപോലെ സ്നേഹിക്കുന്നവര്, യേശു മറ്റുള്ളവരെ കുറ്റം എങ്ങനെ കണ്ടെത്താതിരുന്നു അതുപോലെ കുറ്റം കണ്ടെത്താതിരിക്കുന്ന വ്യക്തികൾ, മറ്റുള്ളവർ ജഡ്ജ് ചെയ്യാതിരിക്കുന്ന വ്യക്തികൾ, മറ്റുള്ളവർക്ക് ഉപകാരിയായിരിക്കുന്ന വ്യക്തികൾ, അങ്ങനെയല്ല യേശുവിന്റെ സ്വഭാവം കാണിക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ പറയാം. എന്താ പറയാ, 1 തൊട്ട് 12 വാക്കുകൾ നമ്മൾ 2 മിനിറ്റിൽ വായിക്കാൻ പോകണം. അപ്പൊ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ലോകത്തിന്റെ വെളിച്ചം നമ്മളാകുന്നു. ആ മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല തണ്ടിന്മേൽ എത്ര വെക്കുന്ന, അപ്പോൾ അത് വീട്ടിലുള്ള
എല്ലാവർക്കും പ്രകാശിക്കുന്നു അല്ലെ. അപ്പൊ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ ജഡത്തിന്റെ സ്വഭാവത്തിൽ ജീവിക്കുന്ന വ്യക്തികളാകാതെ യേശുവിനെ പോലെ അല്ലെ, നമ്മളൊരു സ്പിരിറ്റ് ബീയിങ്സ് ആണെന്നും നമ്മൾ ആത്മാക്കളാണെന്നും, നമ്മൾ ജഡത്താൽ ജനിക്കപ്പെട്ടവരല്ല. യോഹന്നാന്റെ തന്നെ 3 പോകുമ്പോൾ നമ്മൾ ജഡത്താൽ ജനിക്കപ്പെട്ട വ്യക്തികളല്ല, നമ്മൾ ആത്മാവിനാൽ ജനിക്കപ്പെട്ട, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ ജനിക്കപ്പെട്ട വ്യക്തികൾ. അപ്പൊ നമ്മൾ ആത്മാക്കളാണ്. നമുക്ക് പ്രാണങ്ങൾ നമ്മുടെ ശരീരത്തിലാണ്, അതൊക്കെ വാസ്തവം. പക്ഷെ ഇന്ന് ബോണഗേനായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജഡത്തിന്റെ സ്വഭാവത്തിൽ ജീവിക്കുന്ന വ്യക്തിയാകത്തല്ലേ. ആത്മാവ് ജീസസ് ക്രൈസ്റ്റ് എങ്ങനെയായിരിക്കുന്നു അതുപോലെ അല്ല ജീവിക്കുന്ന വ്യക്തികളായിരിക്കണം. നമ്മുടെ ആത്മാവ് വളർന്നുകൊണ്ടിരിക്കണം. യേശുവിനെ പോലെ തന്നെ ആയിരിക്കുന്ന വ്യക്തികളായിരിക്കണം നമ്മൾ. യേശു എങ്ങനെയാണ് ഈ ലോകത്തിന് വെളിച്ചമായിരിക്കുന്നത് അതുപോലെ തന്നെ ലോകത്തിന് വെളിച്ചമായിരിക്കുന്ന വ്യക്തികളായിരിക്കണം. തണ്ടിന്മേൽ വെച്ചിരിക്കുന്ന വിളക്ക് പോലെ ആയിരിക്കണം നമ്മൾ. അല്ലാതെ ഇപ്പൊ മിക്കവാറും ക്രിസ്ത്യൻസ് എങ്ങനെയാ വെച്ചാല് വിളക്ക് കത്തിച്ചിട്ട് പറയേണ്ട കീഴിൽ വെച്ചിരിക്കുന്ന തരത്തിലുള്ള ജീവിതം നമ്മൾ ജീവിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കും നമ്മുടെ കുടുംബത്തിനും കൊണ്ട് മാത്രമേ നമ്മളെ കൊണ്ട് ഉപകാരമുള്ളൂ അല്ലെ. അല്ലാതെ ദൈവത്തിനും ദൈവത്തിന്റെ രാജ്യത്തിനും ഒന്നും പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. ഇതൊന്ന് ഗോസ്പല് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർക്ക് യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്കൊന്നും അത്രയ്ക്ക് ഇഷ്ടമുള്ള താല്പര്യമുള്ള കാര്യമൊന്നുമില്ല. ഗോസ്പല് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ് പലർക്കും. പക്ഷെ ദൈവം അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഗോസ്പല് പറയുന്ന വ്യക്തികളായിരിക്കണം. ഈ ലോകത്തിൽ യേശുവിന്റെ സ്വഭാവം കാണിക്കുന്ന വ്യക്തികളായിരിക്കണം അല്ലെ. നമുക്ക് 2 കൊരിന്ത്യർ ലേഖനത്തിൽ 2 ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 15 വാക്കില് നമ്മളെ പറ്റി അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് എന്താ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും നമ്മൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയാകുന്നു അല്ലെ. നമ്മള് ഈ ലോകത്തിന്റെ മുമ്പിൽ ക്രിസ്തുവിന്റെ സൗരഭ്യ വാസന, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നമ്മള് യേശുവിന്റെ സൗരഭ്യ എന്താ പറയാ വാസനയാണ്. ഇങ്ങനെ 16 വാക്ക്, ഇവർക്ക് മരണത്തിൽ നിന്നുള്ള മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസന. ചിലർക്ക് നമ്മൾ സുഗന്ധമാണെങ്കിൽ പോലും എന്താ പറയുക നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മരണത്തിന്റെ വാസന അല്ലെ. പക്ഷെ ജീവിതത്തിലേക്ക് നടക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് സൗരഭ്യ വാസനയാണ് അല്ലെ. എന്നാലും എങ്ങനെയാന്ന് പറഞ്ഞാൽ വാസന നമ്മുടെ ആ സ്മെല്ല് അല്ലെ. സ്മെല്ലെന്നല്ല പറഞ്ഞ ഫ്രേഗ്രൻസ്. സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശപ്പെട്ട സ്മെല്ലിനെ പറ്റിയാണ് പറയുന്നത്. ഫ്രേഗ്രൻസ് അത് നമ്മള് അത് ഷെയർ ചെയ്യുന്ന വ്യക്തികൾ, അത് സ്പ്രെഡ് ചെയ്യുന്ന വ്യക്തികളായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്ത കാര്യം ഞാൻ പറഞ്ഞിരിക്കുന്നത് 2 കൊരിന്ത്യർ തന്നെ 3 ചാപ്റ്റർ 3 വാക്ക് പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ എന്താ പറയണേ പത്രമായിട്ട് എപ്പസിലായിട്ട് അല്ലെ. എന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പൊ ഈ കൊരിന്ത്യർ 2 കൊരിന്ത്യർ തന്നെ ഒരു എപ്പസിലാണ് അല്ലെ. എന്താ പറയാ പോള് എഴുതിയ കൊരിന്ത്യൻ ചർച്ച എഴുതിയ എപ്പസിലാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മള് യേശുക്രിസ്തു അല്ലെ ഹോളി സ്പിരിറ്റ് ഗോഡ് വഴി ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുന്ന എപ്പസിലാണ് നമ്മൾ എന്ന് പറഞ്ഞിരുന്നാല് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാര് തന്നെ ബൈബിൾ ഒന്നും വായിക്കാൻ പോകുന്നില്ല. ആദ്യമായിട്ട് അവര് യേശുക്രിസ്തുവിനെ പറ്റി അറിയുന്ന നമ്മളെപ്പോലുള്ള മനുഷ്യർ വഴി അല്ലെ. അവർക്ക് അറിയാവുന്ന യേശുക്രിസ്തു നമ്മൾ വഴി മാത്രമുള്ളൂ. അപ്പൊ നമ്മൾ സംസാരിക്കുന്ന വ്യക്തികളായിരിക്കണം എന്ന ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മള് ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുന്ന വ്യക്തികളായിരിക്കണം. അപ്പൊ ഇവിടെ 5 ചാപ്റ്ററിലേക്ക് തിരിച്ചു പോകുമ്പോൾ, മത്തായി 5 തിരിച്ചു പോകുമ്പോൾ നമുക്ക് 1 തൊട്ട് 12 വരെയുള്ള വാക്കുകളൊന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ദൈവം പറഞ്ഞിരിക്കുന്നു മനോഹരമായിട്ടുള്ള വാക്കുകൾ. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് മത്തായി 5 1 തൊട്ട് 12 വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അപ്പൊ ഇവിടെ ഒരു കാര്യം പറയട്ടെ. പുരുഷാരത്തെ കണ്ടാറെ മലമുകൾ കയറി അവൻ ഇരുന്ന ശേഷം അല്ലെ. മത്തായി യേശുക്രിസ്തുവിനെ രാജാവാക്കിയ ചിത്രീകരിക്കുന്നത്. അവൻ രാജാവാണ്. യേശുക്രിസ്തുവിനെ പറഞ്ഞിരിക്കുന്നത് ഞാൻ രാജാവാണെന്നുള്ള കാര്യം. അപ്പം ഇവിടെ പറയും അവൻ ഇരുന്ന ശേഷം. രാജാക്കന്മാരാണ് ഇരിക്കുന്നത്, നമ്മളാരും ഇരിക്കുന്നില്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞ് ഉദ്ദേശിച്ചെന്ന് വെച്ചാല് ശിഷ്യന്മാർ അടുക്കൽ വന്നു അല്ലെ. എന്നിങ്ങനെ പറഞ്ഞു ആൾക്കാർ നിൽക്കുകയും എന്താ പറയാ കസേരയിൽ ഇരിക്കുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇരിക്കുകയും ചെയ്യുന്നത് അതോറിറ്റി ഉള്ള ആൾക്കാർ അല്ലെ. അല്ലെങ്കിൽ രാജാക്കന്മാർ അങ്ങനെയാണല്ലോ അല്ലെ. അവര് സിംഹാസനത്തിലേക്കും ബാക്കിയുള്ളവരും അവര് മുമ്പില് ബാക്കിയുള്ളവരും എല്ലാ പ്രജകളും നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ യേശുക്രിസ്തു ഇരുന്നതിന് ശേഷം ശിഷ്യന്മാർ അടുത്തു വന്നു എന്ന് പറയുന്നു. അവൻ തിരുവായും പൊഴിഞ്ഞു അവരോട് ഉപദേശം എന്തെന്നല്ല. അപ്പൊ ദൈവം ഉപദേശം തരാൻ പോവാ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അപ്പം
ഈ 12 വരെയുള്ള വാക്കുകള് ബിയാറ്റിറ്റ്യൂഡ്, ബ്ലെസ്സഡ് ആയിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്റ്റേറ്റിനെ പറ്റി പറയും. മനുഷ്യര് യേശുവിലായിരിക്കുന്ന വ്യക്തികൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി പറയും. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ കാണേണ്ട ക്യാരക്ടറിനെ പറ്റിയാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത് പറയുക, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദരിദ്രർ എന്ന് പറയുമ്പോൾ ഉള്ള കാര്യം എന്ന് വിചാരിച്ചു നോക്കി. അവർക്ക് ആവശ്യമാണ് അല്ലെ, പണത്തിന്റെ ആവശ്യമുണ്ട്, ഭക്ഷണത്തിന്റെ ആവശ്യമുണ്ട്, വസ്ത്രത്തിന്റെ ആവശ്യമുണ്ട് അല്ലെ, അവർക്ക് അവരുടെ കയ്യിൽ ഒന്നുമില്ല. ഒരു ഹമ്പിൾ ആയിട്ടുള്ള താഴ്ന്ന ഒരു അവസ്ഥയാണ്. എന്ന് വെച്ചാൽ ആത്മാവിൽ ദരിദ്രരായിരിക്കുന്നവർ എന്ന് ഇവിടെ പറഞ്ഞതുകൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന് വേണം എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ള വ്യക്തികൾ അല്ലെ. നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയല്ല, പകരം ദൈവം കൂടെ ഉണ്ടായേ പറ്റത്തുള്ളൂ. എനിക്ക് ജീവിക്കണമെങ്കിൽ അല്ലെ, എനിക്ക് ജീവിക്കണമെങ്കിൽ ദൈവം കൂടിയേ പറ്റത്തുള്ളൂ, എനിക്ക് ദൈവത്തിന്റെ സാന്നിധ്യം വേണം എന്ന് ആഗ്രഹിക്കുന്ന, അതിനു വേണ്ടി ജീവിക്കുന്ന വ്യക്തികളായിരിക്കുന്നവര് അല്ലെ, അങ്ങനെയുള്ളവര്. അതാണ് ആദ്യത്തെ ക്വാളിഫിക്കേഷൻ. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, യേശുവിനെ ഫോളോ ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഇതാണ് ആദ്യത്തെ ക്വാളിഫിക്കേഷൻ വേണ്ടത്. ദൈവത്തെ സ്നേഹിക്കുന്നവർ, ദൈവത്തിനൊപ്പം ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ. യേശുക്രിസ്തു അങ്ങനെയായിരുന്നു. എത്രമാത്രം വർക്കുകൾ പകല് മൊത്തം ചെയ്യുന്നു പറഞ്ഞാൽ രാത്രിയെല്ലാം യേശുക്രിസ്തു സ്വന്തം പിതാവുമായിട്ട് സംസാരിക്കുമായിരുന്നു. രാവിലും പകലും എല്ലാം യേശുക്രിസ്തു അല്ലെ, വെളുപ്പിനെയും പോയി പിതാവുമായിട്ട് സംസാരിക്കുമായിരുന്നു. സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ദൈവം അല്ലെ, പിതാവുമായിട്ട് കൂടെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന പുത്രൻ. അങ്ങനെയുള്ള വ്യക്തികളായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുക. ഇനി ആത്മാവിന്റെ അതിനെപ്പറ്റി പറഞ്ഞു, ദുഃഖിക്കുന്ന ഭാഗ്യവാൻ. ദുഃഖിക്കുക എന്ന് പറഞ്ഞാൽ എന്നോട്ടും എന്ത് കാര്യത്തെ പറ്റി ദുഃഖിക്കുന്ന, ഡിപ്രഷൻ അടിച്ചിട്ടുള്ള ദുഃഖമല്ല, വീട്ടിൽ പട്ടിണിയാന്നുള്ള പറഞ്ഞിട്ടുള്ള അതിന്റെ ദുഃഖത്തെ പറ്റിയല്ല പറയുന്നത്. നമ്മൾക്ക് എന്താ പറയാ, പാപം ചെയ്തു പോയി നമ്മള് എന്താ പറയാ, നമുക്കൊരു രക്ഷകന്റെ ആവശ്യമുണ്ട് അല്ലെ എന്നുള്ള അങ്ങനെ അത് ആയിട്ടുള്ള ദുഃഖം അല്ലെ. എനിക്ക് തെറ്റുപറ്റിപ്പോയി ദൈവമേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ കുറ്റം ചെയ്തു പോയി, പക്ഷെ എന്നോട് ക്ഷമിക്കണമേ. അങ്ങനെ ഒരു 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 മാനസാന്തരത്തിന്റെ ദുഃഖം, അതിനെപ്പറ്റിയാ പറയുന്നത്. പിന്നെ സൗമ്യതയുള്ളവർ ഭാഗ്യവാൻ, അവർ ഭൂമിയെ അവകാശമാക്കും. സൗമ്യതയുള്ളവർ എന്ന് പറയുമ്പോൾ അതൊരു വീക്ക്നെസ് ആയിട്ടല്ല കാണുന്നത്, അതൊരു നേട്ടമാണ് അല്ലെ. സൗമ്യതയുള്ളവർ എന്ന് പറയുമ്പോൾ നേരെ ചൊവ്വേ സംസാരിക്കാൻ അറിയാവുന്നവർ, ഇങ്ങനെ വലിച്ചു കീറി സംസാരിക്കാതെ എന്താ പറയാ, സൗമ്യതയോട് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് സൗമ്യതയോട് കാര്യങ്ങൾ ചെയ്യുന്ന പറഞ്ഞാൽ അതൊരു നേട്ടമാണ് അല്ലെ. അവർക്ക് ദേഷ്യപ്പെടാൻ, അവർക്ക് മറ്റുള്ളവരെ തലയിൽ കയറിന്ന് പറയുന്നതായിട്ടും കളിക്കാൻ അറിയത്തില്ലാഞ്ഞിട്ടില്ല, പക്ഷെ അതിന്റെ ആവശ്യമില്ലെന്ന് വെച്ചുകൊണ്ട് സൗമ്യതയോടെ സമാധാനത്തോടെ കാര്യങ്ങൾ നീക്കുന്നവർ, അവർക്ക് ഭൂമി അവകാശമാകും. ഒന്നാമത് നമ്മൾ പറഞ്ഞത് ദൈവത്തിന്റെ പ്രസൻസ് ആഗ്രഹിക്കുന്ന വ്യക്തികൾ അല്ലെ. പിന്നെ എന്താ പറയാ, ആത്മാവിദ്യത്തിലായവരെ പറ്റി ദുഃഖിക്കുന്ന ഭാഗ്യന്മാർ, സൗമ്യതയുള്ളവർ അല്ലെ ഭാഗ്യന്മാർ എന്ന് പറയുക. പിന്നെ പറയാ, നീതിക്ക് വിശന്നു ദാഹിക്കുന്ന ഭാഗ്യന്മാർ. അപ്പൊ അതൊരു ഭാഗ്യം ആയിട്ട് ദൈവം പറയുന്നെങ്കിൽ പോലും ഒന്ന് വിചാരിച്ചു നോക്കി, നീതിക്ക് വേണ്ടി നിൽക്കുന്ന വ്യക്തികൾ അല്ലെ. അപ്പൊ ഒന്നാമതായിട്ട് പറയുമ്പോൾ ദൈവത്തിന്റെ പ്രസൻസ് ആവശ്യമുള്ള വ്യക്തികൾ, പ്രസൻസിൽ വസിക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തികൾ. പിന്നെ എന്താ പറയാ, ദുഃഖിക്കുന്ന വെച്ചാൽ തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടെന്നും ആ ഒരു റിപ്പൻഡൻസ് ആയിട്ടുള്ള ഒരു റിപ്പൻഡ് ചെയ്തുകൊണ്ട് മാനസാന്തരത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ ജീവിക്കുന്ന വ്യക്തികൾ. പിന്നെ ഉള്ളവർ, നീതിക്ക് വിശന്ന് കരയുന്നവർ, കരുണയുള്ളവർ, അവർക്ക് കരുണ ലഭിക്കുന്നു. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നു. സമാധാനം ഉണ്ടാക്കുന്നവൻ ഭാഗ്യവാന്മാർ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്ന ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയോ ഉപദ്രവിക്കുകയോ നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷം ഉല്ലസിക്കും. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെ അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചില്ല. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുക, ഇത് ഒരു കൂട്ടം എന്താ പറയാ, ഒരു 9 അല്ലെ ആറ്റിറ്റ്യൂഡിനെ പറ്റി ദൈവം ഇവിടെ പറഞ്ഞിരിക്കുക. എന്താ പറയാ, ഒരു ബ്ലസ്ഡ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് അല്ല, ബ്ലസ്ഡ് ആയിട്ടുള്ള അവസ്ഥയെ പറ്റി പറഞ്ഞിരിക്കുക, അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയെ പറ്റി പറഞ്ഞിരിക്കും. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് അല്ലെ, നമ്മൾ എങ്ങനെയുള്ള വ്യക്തികളായിരിക്കും എന്ന് പറഞ്ഞിരിക്കും. നമ്മൾ ദൈവത്തിന്റെ, ഒരു പ്രാവശ്യം പറയുന്നത്, ദൈവത്തിന്റെ പ്രസൻസിനായിട്ട് എന്താ പറയാ കാക്ഷിക്കുന്നവർ, ആ പ്രസൻസിലായിരിക്കാൻ താല്പര്യപ്പെടുന്നവർ, പിന്നെ സൗമ്യതയുള്ളവര് അല്ലെ, റിപ്പൻഡൻസ്, അങ്ങനെ ഒരു മനസ്സുമായിട്ട് ജീവിക്കുന്ന വ്യക്തികൾ, പിന്നെ നീതിക്ക് വേണ്ടി കരയുന്നവര്, ഹൃദയശുദ്ധിയുള്ള വ്യക്തികൾ, സമാധാനത്തോടെ നിൽക്കുന്നവര്, കരുണ കാണിക്കുന്ന വ്യക്തികൾ അല്ലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ ആ സ്വഭാവത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മളുടെ സ്വഭാവം ഇങ്ങനെയുള്ളതായിരിക്കുമ്പോ നമ്മൾ എക്സിബിറ്റ് ചെയ്യുന്നത്, ഇപ്പൊ ഇങ്ങനെ നോക്ക്, ദൈവത്തിന്റെ പ്രസൻസിൽ ജീവിക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തിക്ക് ഒരിക്കൽ പോലും എന്താ പറയുക, യേശുവിനെ പറ്റി പറയാതിരിക്കാൻ സാധിക്കത്തില്ല. കാരണം അവന്റെ പ്രസൻസിൽ ഏറ്റവും കൂടുതൽ പ്ലഷർ ഉള്ളതാണ് എന്താ പറയുക,
പറയുക ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളതെന്നാണ് ഡേവിഡ് പറഞ്ഞിരിക്കുന്നത് 16-ാമത്തെ സങ്കീർത്തനം. അപ്പൊ നമ്മൾ യേശുക്രിസ്തുവിന്റെ പ്രസൻസിലായിരിക്കും തോറും എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ യേശുവിനെ പറ്റി പറഞ്ഞുകൊണ്ടേ ഇരിക്കും അല്ലെ. ദൈവത്തിന്റെ കരുണ അനുഭവിച്ച വ്യക്തികൾ കരുണയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ സമാധാനം അനുഭവിച്ച വ്യക്തികൾ നമ്മൾക്ക് സമാധാനത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് സമാധാനം തന്നെ എന്റെ ദൈവം കൊണ്ടത് പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലെ. നീതി ന്യായം അത് അതിനായിട്ട് വാഞ്ചിക്കുന്ന ഹൃദയം ദൈവത്തിൽ നിന്ന് വരുന്നത്. അപ്പൊ ആ നീതിക്ക് വേണ്ടി ന്യായത്തിന് വേണ്ടി നിൽക്കുകയും യേശുക്രിസ്തു സ്വഭാവം കാണിക്കാൻ വേണ്ടി നിൽക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളായിരിക്കും. അപ്പൊ ഇതിന് ശേഷമാണ് 13-ാമത്തെ വാക്കിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ ഭൂമിയുടെ ഉപ്പാക്കുന്നു, നിങ്ങളെ 14-ാമത്തെ വാക്ക് നിങ്ങളെ ലോകത്തിന് വെളിച്ചമാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ആദ്യം നമ്മൾ 12 വാക്കുകൾ വായിച്ചത് ആ ഒരു സ്വഭാവം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുമ്പോൾ അല്ലെ, എന്താ പറയുക, ദൈവത്തിന്റെ പ്രസൻസ് നമ്മുടെ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, ദൈവത്തിന്റെ നീതി ലോകത്തിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, ദൈവത്തിന്റെ സമാധാനം, ദൈവത്തിന്റെ കരുണ അല്ലെ, അതെല്ലാം ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്ന് ആഗ്രഹിക്കുക, അതിനുവേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തികളാകുമ്പോൾ അല്ലെ, ദൈവത്തിന്റെ രാജ്യം ഈ ലോകത്തിലേക്ക് വരികയും അല്ലെ, അപ്പൊ ദൈവത്തിന്റെ രാജ്യത്തിന്റെ വക്താക്കളാക്കി നമ്മൾ മാറുകയും ചെയ്യും അല്ലെ. അപ്പൊ ദൈവത്തിന്റെ രാജ്യത്തിന്റെ സുഗന്ധം യേശുക്രിസ്തുവിന് സുഗന്ധമായി തീരുകയും ചെയ്യും. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മളെ ദൈവം യേശുക്രിസ്തു വിളിച്ചിരിക്കുന്നത്. എങ്ങനെയായിരുന്നു യേശുക്രിസ്തു തന്റെ പിതാവിന്റെ രാജ്യത്തിന്റെ വക്താവായിരുന്നു യേശുക്രിസ്തു, അംബാസിഡർ ആയിരുന്നു യേശുക്രിസ്തു. അതുപോലെ ആണ് നമ്മളും. എന്നാൽ ദൈവം പറഞ്ഞിരിക്കുന്നത് താൻ വെളിച്ചമാണെന്ന് പറഞ്ഞ് യേശുക്രിസ്തു നമ്മളോട് പറയുക, നമ്മളെ പറ്റി പറയും നമ്മളും വെളിച്ചമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു തന്റെ പിതാവിന്റെ രാജ്യത്തിന് വേണ്ടി എങ്ങനെ നിന്നോ അതേപോലെ നിൽക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പൊ അതിനുവേണ്ടി അങ്ങനെ നിൽക്കുന്ന വ്യക്തികളൊക്കെ വളരെ കുറവായിരുന്നു അല്ലെ. അതുകൊണ്ടാണ് നമ്മുടെ ചർച്ചിന്റെ അകത്ത് നടക്കുന്ന അടിയും ബഹളവും എന്റെ പൊന്നു എത്രമാത്രം കാര്യങ്ങൾ നമ്മളിപ്പോ യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് കാണുന്ന ഓരോ കാര്യങ്ങൾ, ഓരോ ചർച്ചയിൽ നടക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ചർച്ച എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ഇരിക്കും നമ്മുടെ സമൂഹത്തിന്റെ വെളിച്ചം. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കും. നമ്മൾ ചർച്ചിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ നമ്മളുടെ സമൂഹത്തിന് വേണ്ടി നമ്മൾ ആയിരിക്കും ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഏരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവിടെ വലിയൊരു വിടുതലും വലിയൊരു റിവൈവലൊക്കെ നടക്കുക തന്നെ ചെയ്യും. പക്ഷേ അതൊന്നും താല്പര്യമില്ല, നമ്മുടെ കാര്യത്തെപ്പറ്റി മാത്രം ചിന്തിച്ച്, നമ്മുടെ കുടുംബം നമ്മുടെ കാര്യം മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് ഒരു റിവൈവലും നടക്കത്തില്ല. ഓരോ ചർച്ചിനും ഓരോ ഏരിയയിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയയിലെ റിവൈവൽ കൊണ്ടുവരുന്നതിന് വേണ്ടി, വിടുതലുകൾ, കുടുംബത്തെ വിടുതൽ കുടുംബങ്ങളെ ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി. അത് നമ്മൾ മറന്നു പോയിക്കൊണ്ട് നമ്മൾ ജീവിക്കുന്ന വ്യക്തികളായിരിക്കും. നമ്മൾ ഏതെങ്കിലും ചർച്ചിന്റെ പാട്ടായിരുന്നു, ബാക്കി കാര്യങ്ങൾ നമ്മൾ എന്ത് നോക്കണം എന്ന് വിചാരിച്ച് നടക്കുന്ന വ്യക്തികൾ. അതിനായിട്ടല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഈ ലോകത്തിന്റെ വെളിച്ചമാകുന്നതിന് വേണ്ടിയാണ്, ചർച്ചിന്റെ അകത്തെ വെളിച്ചമാകുന്നതിന് വേണ്ടിയല്ല. ചർച്ചിന്റെ അകത്തെ വെളിച്ചമാകുന്നതിന് നമുക്ക് താല്പര്യം അല്ലെ, നമ്മുടെ കുടുംബത്തിന്റെ അകത്തെ വെളിച്ചമാകുന്നതിന്, ലോകത്തിന്റെ വെളിച്ചമാകുന്നതിന് വേണ്ടി വലിയ ആൾക്കാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല അല്ലെ. വചനം പറയാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് പല ആൾക്കാർക്കും. പലവരും വാദവും പൗലും തുറന്നു സംസാരിക്കത്ത് പോലുമില്ല. പക്ഷെ അതിനായിട്ടൊന്നും അല്ല വിളിച്ചിരിക്കുന്നത്. ഈ ലോകത്തില് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ അല്ലെ, അതിനൊക്കെ പരിഹാരം വേണമെങ്കിൽ അല്ലെ നമ്മൾ സ്ട്രോങ് ആയിരിക്കണം അല്ലെ. പിശാചിന്റെ പ്രവർത്തനം അയ്യോ പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിൽ മൊത്തം കൊലപാതകം അടിയും ബഹളവും നടക്കുന്നതെങ്കിൽ ഒറ്റ കാര്യം മാത്രം വിചാരിച്ചാൽ മതി, ആ ഏരിയയിലുള്ള ചർച്ച് വർക്ക് ചെയ്യുന്നില്ല എന്ന് മാത്രം വിചാരിച്ചാൽ മതി. കാരണം എന്താ ഞാൻ അങ്ങനെ പറഞ്ഞതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിലുള്ളവനെ ഹോളി സ്പിരിറ്റ് ഗോഡ് പിശാചിനേക്കാൾ എത്രയോ പവർഫുൾ ആണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ മനസ്സുള്ളവരാണെങ്കിൽ നമ്മൾ ആ ഗ്യാപ്പിൽ നിന്നുകൊണ്ട് ലോകത്തിനു വേണ്ടി ദൈവത്തിന് മുമ്പിൽ മുഴങ്കാലും മടക്കാൻ താല്പര്യമുള്ള വ്യക്തികളാണ്. എത്രമാത്രം എന്താ പറയാ മാറ്റങ്ങൾ ഈ ലോകത്തുണ്ടാകും അല്ലെ, എത്രമാത്രം മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. പക്ഷെ അതിനൊന്നും നമ്മൾ താല്പര്യം കാണിക്കാതിരിക്കുമ്പോൾ അല്ലെ, എത്ര പേരുണ്ട് സ്വന്തം കുടുംബാംഗങ്ങളോട് പോലും ടെസ്റ്റിഫൈ ചെയ്യാൻ താല്പര്യമില്ലാത്ത, സ്വന്തം കുഞ്ഞുങ്ങളുടെ മുമ്പിൽ എന്താ പറയാ ടെസ്റ്റിഫൈ ചെയ്യാൻ താല്പര്യമില്ലാത്ത വ്യക്തികളുണ്ട് അല്ലെ. വെറുതെ സൺഡേ മാത്രം ചർച്ചിൽ പോകുന്ന വ്യക്തികളായിട്ടിരിക്കുന്ന എത്രയോ വിശ്വാസികളുണ്ട് അല്ലെ. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റും പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾ ആകൃതം യേശുക്രിസ്തു നമ്മളോട് പറയുന്നത്, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തികൾ, ദൈവത്തിന്റെ ലൈറ്റായിട്ട് നിൽക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പൊ അതിനെപ്പറ്റി അവർക്ക് പറയാനുള്ളൂ. അപ്പൊ ഒന്ന് പ്രാർത്ഥിച്ചു നിർത്തുക. സമയത്ത് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മസ്റ്റ് ഗോഡ്. അങ്ങയുടെ കിങ്ഡം ഈ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വർക്ക് ചെയ്യുന്ന വ്യക്തികളായിരിക്കട്ടെ ഞങ്ങൾ. കർത്താവ്, ഞങ്ങൾ സ്വാർത്ഥതയുള്ളവരായി പോകാതിരിക്കട്ടെ കർത്താവെ. ലോർഡ് ജീസസ് മസ്റ്റ് അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കും. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ. എന്ന് കേട്ട നന്ദി. ദൈവത്തെ മഹത്വം ഉണ്ടാകട്ടെ.